നമ്മുടെ എല്ലാ കുട്ടികളും നമസ്കാരം. അപ്പൊ നമ്മള് ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ചെയ്യുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലത്തെ ആ ഒരു തർക്കത്തിന് ശേഷമേ ഒരുപാട് വള്ളക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ 8 മണിക്കാരാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ മീനൊക്കെ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാണുന്ന ഒരു തിരക്ക് കണ്ടോ? കണ്ടല്ലോ എത്രത്തോളം തിരക്കാണെന്ന്. വന്നതെല്ലാം തട്ടുമണിക്കാരാണ്. അപ്പൊ തട്ടുമണിക്ക് എന്തൊക്കെ മീനാണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രധാനമായിട്ട് നമുക്ക് മുരലെന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ. മുരല് മീൻ അറിയാത്ത കൂട്ടുകാർക്കാണെങ്കിലേ ഞാൻ കാണിച്ചു തരാമേ. അപ്പൊ അതുപോലെ തട്ടുമണിക്കാർക്ക് കണവ വരുന്നുണ്ട്. പിന്നെ വേറെയും കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ. തട്ടുമണിക്കുള്ള നെത്തോലി മീനാണ് തോന്നുന്നത്. നെത്തോലി മുരല് മീന് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കണ്ടോളാം. മുരലാണ്. ഓ ആൾക്കാരുണ്ട്, അവിടെ നിന്നാ മതി. തട്ടുപിടിക്കുള്ള കണവയാണ് കാണുന്നത്. ഹായൊക്കെ പറ എല്ലാവർക്കും. ദുബായ് നന്ദി കണവ കിട്ടി. ഓക്കെ, ലീവിന് വന്നതാണ് കേട്ടോ. ലീവിന് വന്ന് 2 ആഴ്ചയായി. 2 കണാഴ്ച. മുരലും അതുപോലെ കണയുണ്ട് ഈ വെള്ളത്തില്. മുരല്, കണവ, പിന്നെ നെത്തോലി മീന്. തെരച്ചി അയാളെ മീൻ തെരച്ചല്ലേ? ഉള്ള പറ്റൊന്നുമില്ല. എവിടെ പിടിച്ചാലും ഒന്നും ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. 3 മണി കഴിഞ്ഞുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തട്ടുമണിക്കാർക്ക് കണവ, അതുപോലെ മുരല്, നെത്തോലി, കത്താള, അങ്ങനത്തെ മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എത്ര സമയം തിരക്ക് കാണുമോ ഇല്ല ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പോ 31-ാം തീയതി, ജൂലൈ 31-ാം തീയതി ഉണ്ടായ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ അതിനുശേഷം കാറ്റ് കുറച്ച് ശാന്തമായത് കാരണമാണ് വള്ളക്കാരൊക്കെ പഠിക്കുവാൻ തുടങ്ങിയത്. രാവിലെ ചെറിയ വിഷയമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെ കുറച്ച് വള്ളക്കാർ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പോവുകയാണെങ്കിൽ നമുക്കും പോകാമല്ലോ എന്നുള്ള ആ ഒരു തീരുമാനത്തിന് ഉപരിയായിട്ടാണ് കുറച്ച് വള്ളക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കമ്പനിക്കാരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുട്ടയ്ക്ക് അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് മുരലും അതുപോലെ സീഡിയും ഉണ്ട് കേട്ടോ. നാവികക്കാരെന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 3:30 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഷോട്ട് എടുത്തിട്ട് നിർത്തിയിട്ടാണ് ഓരോ വള്ളക്കാരെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ടീലാവൊക്കെ ഉണ്ട് കേട്ടോ. ടീലാവ്, നെത്തോലി, മുരല്, കണവ, അതുപോലെ സീഡി, നാവികക്കാരെന്ന് പറഞ്ഞിട്ടുള്ള സീഡി, ഇങ്ങനത്തെ മീനുകളാണ്. ഏറ്റവും കൂടുതൽ തട്ടുമടിക്കാരാണ്. അപ്പൊ ഇന്നലത്തെ അവസ്ഥ അറിയാം. കാരണം ഇവരൊക്കെ ഏകദേശം രാവിലെ ഒരു 11 മണിക്ക് ശേഷം പോയ വള്ളക്കാരാണ് കേട്ടോ ഇവര്. അപ്പൊ നമുക്ക് തമിഴ്നാട് വള്ളക്കാരോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടപ്പണിക്ക് പോകുന്ന വള്ളക്കാരോ ഉണ്ടായിരുന്നെങ്കിൽ അവർ വെളുപ്പിനൊക്കെ പണിക്ക് പോയി എന്നെ. കാരണം കാറ്റ് കാരണം ആരെയും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് ആരും കൂടുതലായിട്ടൊന്നും പണിക്ക് പോയിട്ടില്ല കേട്ടോ. പ്രധാനമായിട്ടും തമിഴ്നാട്ടുകാരൊന്നും ഇവിടെ കൂടുതലായിട്ട് പോയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഏകദേശം നമ്മുടെ എവിടം വരെയാണ് നമ്മുടെ പൊഴിയൂര് വരെയുള്ള വള്ളക്കാരെന്ന് പറയാൻ പറ്റും കേട്ടോ. അതായത് വെഴിഞ്ഞത്തുനിന്ന് ഇട സൈഡ് നോക്കി കഴിഞ്ഞാൽ പൊഴിയൂരും, അതുപോലെ വലത് സൈഡ് നോക്കി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഒരു വലിയ തുറ, വെട്ടുകാട്, വേളി, അവിടെ വരെയൊക്കെയുള്ള വള്ളക്കാരെന്ന് പറയാൻ പറ്റുമേ. അപ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ടുള്ള വള്ളക്കാരൊന്നും പണിക്ക് വന്നിട്ടില്ല. ഇനി ഇന്നത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനി നാളേക്ക് ഒരുപാട് വള്ളക്കാരൊക്കെ പണിക്ക് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്.